ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് ഈ നല്ല ദിവസം, അതായത് ഈ ഞായറാഴ്ച ദിവസം എല്ലാവർക്കും നല്ല ഒരു വീക്ക് എൻഡും പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം കരുണയോടെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് അല്പമായിട്ട് ബൈബിളിൽ നിന്ന് ഏതാനും വചനങ്ങൾ വായിച്ച് നമുക്ക് പഠിക്കാം. പ്രത്യേകിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 1 അധ്യായം 18 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നുവെന്ന്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവവചനപ്രകാരം ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിന് പ്രകാരം നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ദൈവശക്തി ആയി മാറുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ലേഖന വായനയിൽ കേട്ടത്, ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ഭാഗം നമ്മൾ വായിച്ചു കേൾക്കുവാനായിട്ടിടയായി. അതായത് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ ആ മനുഷ്യൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു എന്നാണ് അതിൻ്റെ ചുരുക്കമായിട്ടുള്ള അർത്ഥം. അതുപോലെ തന്നെ നമ്മൾ 1 കൊരിന്ത്യർ 1:23-24 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെയെന്ന്. അത് ജാതി ഇല്ല, മതമില്ല, യഹൂദനെന്നില്ല, യവനെന്നില്ല, വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ നമ്മൾ പ്രസംഗിക്കുന്നുവെന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ ജാതികൾക്ക്, അത് വിശ്വസിക്കാത്തവർക്ക് അത് ഭോഷത്വമായി തോന്നും. യഹൂദന്മാർക്ക് അന്നത് ഇടർച്ചയായിട്ട് തോന്നി. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലായിരിക്കുന്ന വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ നമ്മൾ പ്രസംഗിക്കുന്നുവെന്ന് ഇവിടെ എടുത്തു പറയുന്നു. ഈ സമയം ഞാൻ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു ഹീലിങ്ങിനെ കുറിച്ച് ആണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഒരു ശതാധിപൻ്റെ സെർവൻറ്റിന് സൗഖ്യം കൊടുത്തതായ ഒരു സംഭവം. മത്തായിയുടെ സുവിശേഷം 8 അധ്യായം 5-13 ലൂക്കോസിൻ്റെ സുവിശേഷം 7 അധ്യായം 1-10 ഭാഗത്തും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതായത് ജീസസ് ഹീൽസ് സെഞ്ചൂറിയൻസ് സെർവൻ്റ് എന്ന്. അതായത് റോമ പട്ടാളത്തിലെ ഒരു ശതാധിപനായിരുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം യഹൂദനല്ലായിരുന്നു, ക്രിസ്തുവിനെ പിന്തുടരുന്നവനല്ലായിരുന്നു, അവൻ ജാതികളിൽപ്പെട്ട റോമാക്കാരൻ തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം, അതായത് ജീസസിൻ്റെ അതോറിറ്റിയെക്കുറിച്ച്, സർവാധികാരത്തെക്കുറിച്ച്, ആ ശക്തിയെക്കുറിച്ച് ആ സെഞ്ചൂറിയൻ വന്നിട്ട് അത് റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, യേശുവിനോട് അവൻ്റെ ഒരാളെ പറഞ്ഞയക്കുന്നു, ഇങ്ങനെ എൻ്റെ സെർവൻറ്റ് സുഖമില്ലാതെ, എൻ്റെ ദാസൻ സുഖമില്ലാതിരിക്കുന്നു, അവന് ഏറ്റവും മരണത്തിനോടടുത്ത രീതിയിൽ വയ്യാതെയായിരിക്കുന്നു, അവന് അവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ഈ ദാസന് സൗഖ്യം ലഭിക്കുമെന്ന് ശതാധിപൻ അയക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ജീസസ് വന്നിട്ട് ആ മനുഷ്യനെ, അതായത് ഈ ശതാധിപൻ്റെ വിശ്വാസം കണ്ടിട്ടാണ്, സെഞ്ചൂറിയൻസ് ഫെയ്ത്ത് കണ്ടിട്ടാണ് അത് സെർവൻറ്റിന് ഹീലിംഗ് ഡിക്ലെയർ ചെയ്യുന്നത്. അത് അപ്പോൾ തന്നെ അവന് സൗഖ്യം വന്നുവെന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ പാസേജിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന തീം എന്താണെന്ന് വെച്ചാൽ തീം ഓഫ് ഫെയ്ത്താണ്. അതുപോലെ തന്നെ അതോറിറ്റി, അധികാരം, അതുപോലെ തന്നെ യൂണിവേഴ്സാലിറ്റി ഓഫ് ഗോഡ്സ് കിങ്ഡം, ദൈവരാജ്യത്തിൻ്റെ ആ ഒരു സർവ ലോകത്തിനും വേണ്ടിയിട്ട്, അതായത് യൂണിവേഴ്സലായിട്ടുള്ള യൂണിവേഴ്സലിറ്റി ഓഫ് ഗോഡ്സ് കിങ്ഡം ആസ് ജീസസ് പ്രൈസസ് ദ സെഞ്ചൂറിയൻസ് ഫെയ്ത്ത്. സെഞ്ചൂറിയൻ്റെ വിശ്വാസത്തെ കർത്താവ് യേശു എടുത്ത് പറഞ്ഞു, ഇതുപോലൊരു വിശ്വാസം ഞാൻ ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്.
അതായത് അത് എത്രമാത്രം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ സെഞ്ചുറിയൻ്റെ ഫെയ്ത്ത്, ആ ശതാധിപൻ്റെ ഫെയ്ത്ത് സജസ്റ്റ് ചെയ്യുന്ന അനേകം ജാതികൾ ദൈവത്തിൻ്റെ കിങ്ഡം ഓഫ് ഹെവനിലേക്ക് ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് പല യഹൂദന്മാരിൽ അവരിൽ നിന്ന് എക്സ്ക്ലൂഡായെങ്കിലും അനേക ജാതികൾ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. ആ സെഞ്ചുറിയൻ വന്നിട്ട് വിശ്വസിച്ചിരുന്നത് അവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പറയുകയാണ്. അതായത് അവന് വിളംബരം ചെയ്യുന്ന പോലെ പറയുകയാണ് അവൻ്റെ ആ റിമാർക്കബിൾ ഫെയ്ത്ത്, വിശ്വാസം, ബിലീവിങ് ദാറ്റ് ജീസസ് ക്യാൻ ഹീൽ ഹിസ് സെർവൻറ്റ് ഫ്രം എ ഡിസ്റ്റൻസ് സിമ്പിൾ ബൈ സ്പീക്കിംഗ്. അത് അയാൾ വിശ്വസിച്ചത്. അതുവരെ നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം വരെ നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണുന്നില്ല. അതായത് ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ എൻ്റെ ദാസന് സൗഖ്യം വരുമെന്നുള്ള ആ വിശ്വാസം അവനതെടുത്ത് പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അത്ര ദൂരത്ത് നിന്ന് പറഞ്ഞാൽ ദാസൻ ഭവനത്തിലായിരിക്കുന്നു, എന്നാൽ കവർന്നഹൂമിൻ്റെ അവിടാണ് കർത്താവുള്ളത്. അതുപോലെ തന്നെ അവൻ്റെ അതോറിറ്റിയും പവറും ഒക്കെയും ഈ സെഞ്ചുറിയൻ റെക്കഗ്നൈസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അവന് ഒരു ജെൻഡയിൽ ഒരു റോമൻ സോൾജിയർ ആയിരുന്നിട്ടും അവന് കർത്താവിനെ അത്രമാത്രം ഡീപ്പായിട്ട് അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഹീലിംഗ് അതോറിറ്റി, ദ ഹീലിംഗ് ഓഫ് ദ സെർവൻറ്റ് അണ്ടർസ്കോർ ജീസസ് അതോറിറ്റി ഓവർ സിക്നെസ് ആൻഡ് ഹിസ് എബിലിറ്റി ടു ആക്ട് ത്രൂ എ വേർഡ്. ഒരു വാക്കുകൊണ്ട് മാത്രം ദൂരെ നിന്ന് പറഞ്ഞ് സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സൗഖ്യപ്പെടുന്ന ആ ഒരു ഡിവൈൻ പവർ, അതും ആ അതോറിറ്റി, ഹീലിംഗ് അതോറിറ്റിയും ക്രിസ്തുവിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ യൂണിവേഴ്സാലിറ്റിയെക്കുറിച്ച്. അത് ഒരു ലിമിറ്റഡ് അല്ലായിരുന്നു, ഒരു എത്നിസിറ്റിക്കോ അല്ലെ ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിനോ ഒന്നും കീഴ്പ്പെട്ട കാര്യമല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സൽ നേച്ചർ ഓഫ് ഗോഡ്സ് കിങ്ഡമാണ് അവിടെ എടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒബീഡിയൻസ് വളരെ കാര്യമായിട്ട്, അതായത് നെസസിറ്റി ഓഫ് ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ് രണ്ടും ആവശ്യമാണ്. നമ്മൾ വിശ്വാസവും അതുപോലെ തന്നെ അനുസരണവും ആവശ്യമാണ്. അതുപോലെ തന്നെ ആ സെഞ്ചുറിയൻ്റെ വിശ്വാസത്തിൽ കൂടെ അന്ന് വരെ ഉണ്ടായിരുന്ന ആ വ്യവസ്ഥിതികൾക്ക് ഒരു ബ്രേക്സ് ഡൗൺ ബാരിയേഴ്സ് ബിറ്റ്വീൻ ജ്യൂസ് ആൻഡ് ജെൻറ്റൈൽസ് അത് നടന്നു എന്നുള്ളതാണ്. അതായത് വിശ്വസിക്കുന്ന ഏവർക്കും അത് കർത്താവിൻ്റെ ശക്തിയും അവനിലുള്ള വിശ്വാസത്താൽ അവർക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനവും ആണ് ലഭിക്കുന്നത്. അത് ആ ബാരിയേഴ്സിനെ വന്നിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ സെഞ്ചുറിയൻ്റെ ഫെയ്ത്ത് അതൊരു പാസീവ് ആയിരുന്നില്ല, അത് ആക്റ്റീവായിരുന്നു നമുക്ക് കാണാം. അവന് ജീസസിനെ അപ്രോച്ച് ചെയ്യുവാനും റിക്വസ്റ്റ് ചെയ്യുവാനുമായിട്ടുള്ള ആ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. അതുപോലെ അവൻ്റെ ഹ്യൂമിലിറ്റി, ഒരു ഡിപ്പെൻഡൻസ് യേശുവിനോട് അവൻ പറയുന്നത് ഒരു കീ എലിമെൻ്റായിട്ട് നമുക്ക് അവൻ്റെ വിശ്വാസത്തിലെ ഡെമോൺസ്ട്രേഷന് അവന് എടുത്ത് കാണിച്ചതായ മോഡൽ, അത് നമ്മൾ ഇന്ന് വിശ്വാസികളായിരിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ കർത്താവിന് ദൂരത്തു നിന്ന് ഒരു വാക്കുകൊണ്ട് കൽപ്പിച്ചാൽ ദാസന് സൗഖ്യം വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ അടുത്ത് ചെന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഈ കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. പിന്നീട് നമ്മൾക്ക് സെഞ്ചുറിയനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം പിന്നീട് ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പ്രീച്ച് ചെയ്യുന്നതായിട്ടും പിന്നീട് യേശുവിന് വേണ്ടി ഒരു മാർട്ടിയർഡം പ്രാപിച്ച് ഒരു രക്തസാക്ഷിത്വം വഹിച്ചതായിട്ടും ഹിസ്റ്ററിയിൽ പറയുന്നു. സെഞ്ചുറിയൻ്റെ പേര് ലോങ്കിനസ് എന്നായിരുന്നു. അപ്പോൾ കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ആ ഒരു റോമൻ ശതാധിപന് കർത്താവിൽ വിശ്വസിച്ചു. പിന്നീട് ബൈബിളിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്തായിരുന്നോ ഒന്നും കാര്യമായിട്ട് പറയുന്നില്ലെങ്കിലും ഒരു ക്രിസ്ത്യാനിയായി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായി ജീവിച്ച് മരിച്ച് ഒരു രക്തസാക്ഷിയായി മാറി എന്നുള്ളതാണ്. ആ സെഞ്ചുറിയൻ്റെ ശതാധിപൻ്റെ വിശ്വാസം, ആ ശതാധിപൻ അവൻ്റെ വേലക്കാരന് വേണ്ടി ആണ് ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തത്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സർവീസ് ചെയ്യാനുള്ള മനസ്സും അതിനുള്ള കഴിവും അതിനുള്ള എല്ലാവിധ
ആഗ്രഹം മാത്രമല്ല, അതൊരു ആക്ഷൻ കൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ മനസ്സ് വെച്ചാൽ പോരാ, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാനുള്ള കൃപ നമുക്ക് ദൈവം തരട്ടെ. യാക്കോബ് ശ്ലീഹ പറയുന്ന പോലെ ഇത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസത്തോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ബൈ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.